ഞാൻ ഒരു കഥ പറയാം. ഒരു കഥയല്ല, ഒരു സംഭവം. ദുബായിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഈ പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ട്രാൻസ്മെഡ് എന്നുണ്ട്. ട്രാൻസ്മെഡ് ആണോ ട്രാൻസ്മെഡിൽ ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ട്. അവിടെ FMCG അറിയാലോ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലും ഹെവിലി കോമ്പറ്റീഷനാണ്. അതിനകത്തൊരു സെയിൽസ് പേഴ്സൺ ഉണ്ട്. ആ സെയിൽസ് പേഴ്സണ് എന്തെല്ലാമോ ജന്മനാ കുറേ വൈകല്യങ്ങളുണ്ട്. പക്ഷെ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ജോലി കിട്ടി. പറയാൻ പറ്റാത്ത തരത്തിലുള്ള വൈകല്യങ്ങളുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ആ ജോലി അദ്ദേഹത്തിന് കിട്ടി. ഈ ആള് പക്ഷെ വർഷങ്ങളായിട്ട് ആ കമ്പനിയിൽ ജോലി കിട്ടുക എന്നുള്ള വലിയ ഭാഗ്യമാണ്. അത്ര നല്ല ശമ്പളമാണ്, നല്ല പ്രസ്റ്റീജിയസ് കമ്പനിയാണ്. പറയാന്ന് വെച്ചാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ആ കമ്പനി ജോലി കിട്ടൂല. ജന്മന അദ്ദേഹത്തിന് കുറേ തകരാറുകളുണ്ട്. ആ തകരാറ് വെച്ചിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടൂല. പക്ഷെ അദ്ദേഹത്തിന് ജോലി കിട്ടി, സെയിൽസ് തന്നെ കിട്ടി. പക്ഷെ ഹീസ് എ പേഴ്സണബിൾ. എപ്പോഴും കസ്റ്റമറുടെ അടുത്ത് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തോട് ചേർന്ന് സംസാരിക്കാൻ എപ്പോഴും ഒരു ആഗ്രഹമുള്ളതുപോലെ അദ്ദേഹം പെരുമാറും. അങ്ങനെയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെയിൽസ് കിറ്റുമായിട്ട് പർച്ചേസർ അടുത്ത് പോയി ഇരുന്നാൽ മതി. ഇദ്ദേഹം തന്നെ കമ്പ്യൂട്ടറിൽ ഓർഡറുകൾ അവിടെ ഇരിക്കുന്ന സെക്ഷനിലുള്ള ആളുകളെ കൊണ്ട് ചോദിച്ചിട്ട് പ്രിൻ്റ് ചെയ്ത് കൈ കൊടുക്കും. അദ്ദേഹത്തിന് സെയിൽസ് സ്കില്ലുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അദ്ദേഹത്തിന് പ്രോഡക്റ്റ് നോളജ് ഉണ്ടാകാം. സെയിൽസ് സ്കില്ലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സെയിൽസ് സ്കില്ലും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ പറ്റില്ല. ജന്മസിദ്ധമായിട്ട് അദ്ദേഹത്തിന് വൈകല്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം കാണിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, ഞാൻ നിങ്ങളോട് ചേർന്ന് പോകാൻ പറ്റുന്ന ആളാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് പ്രകാരം അദ്ദേഹം പേഴ്സണബിളായിട്ട് കാണിക്കുന്നു.